ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് ടർക്കിയിലെ ഇത് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ വന്നു. ഇന്നിപ്പം ATV റൈഡിന് വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. അപ്പം ഇവിടുന്ന് അവർ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. ഇനിയിപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് സമയത്തേക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. അതായത് ഇപ്പോൾ 2:45 അല്ലേ, 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഹായ്. അപ്പം ഞങ്ങൾ ATV റൈഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കൊണ്ടുവച്ചെന്ന് സൈനൊക്കെ ചെയ്യിപ്പിച്ച് ഒരു ഡാമേജും ഇല്ലാത്ത വണ്ടിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ഒന്നും പറ്റിക്കാതെ കൊടുക്കും എന്നൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ സ്കാർഫ് എന്താ തന്നിട്ടുണ്ട്. എങ്ങനെ ഇടണ്ടേന്നൊന്നും അറിയത്തില്ല, നോക്കട്ടെ. എല്ലാവരും ഹെൽമെറ്റ് മാസ്ക് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ബ്രേക്ക് എവിടെയാണ്, ആക്സിലേറ്റർ എവിടെയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരാൾ കൂടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും ഒരാൾ എന്തായാലും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. പല സ്പോട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ പല സ്പോട്ടിൽ ചെന്നിട്ട് അവിടെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് അവിടെ ഇവർക്ക് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും അപ്പം ATV റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ പേര് വന്ന് നിൽപ്പുണ്ട്. നമ്മളെപ്പോലെ തന്നെ പല ഏജൻസികളുടെ കൂടെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെയുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പം ഞങ്ങളെ ഈ റൈഡ് വഴി ഫസ്റ്റത്തെ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നത്. അതിലെ ആദ്യത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് തരും. ഇവിടെ ക്യാമറ റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഈ വഴിക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കുറേ കേവുകളുണ്ട് ഇതിന് ചുറ്റും കാണും. ഈ കേവുകളാണ് പണ്ടത്തെ ഇവിടുത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പിന്നെയും നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഈ ATV റൈഡിന് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അതിൽ ആദ്യത്തെ സ്ഥലം കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പിന്നെയും ഇങ്ങനെ അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എത്തിയേക്കുന്നത് അടുത്തൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ആദ്യത്തെ സ്പോട്ട് പോലെയല്ല, കുറച്ചും കൂടി ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഒത്തിരി പേര് ഇതിലെ റൈഡ് വഴി കയറി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന രണ്ടാമത്തെ സ്പോട്ട് ലവ് വാലി എന്നാട്ടോ പറയുക. ഇവിടെ നല്ല അടിപൊളി സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന കൂട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ലവ് വാലി സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് കുറച്ച് കുന്നിൻ്റെ താഴേക്കൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും സൂപ്പറായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഗ്യാങ്ങിൽ, അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം തരും. ആ സമയത്തിനുള്ളിൽ ഇവിടെ അവർ പറയുന്ന സ്ഥലങ്ങളെല്ലാം പോയി കണ്ടിട്ട് തിരിച്ചു വരണം. ഓക്കെ, അങ്ങനെ ഇവിടെ വന്ന് ഇവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞ ഇതിനകത്ത് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണേ. പൊട്ടാൻ വരുന്നേ ഉള്ളൂ. നല്ല വൃത്തികെട്ട മണമുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയുള്ള വ്യൂ ആണ്. അവിടുത്തെ സൺസെറ്റും കാര്യങ്ങളും എല്ലാം കണ്ട് അങ്ങനെ സൂപ്പർ എക്സ്പീരിയൻസോട് കൂടി ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും സൂപ്പറായിരുന്നു. ടൂറായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഒത്തിരി നേരം കിട്ടി. അതുകൊണ്ട് തന്നെ ഫുള്ളി എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് പോരാൻ വേണ്ടി പറ്റി.